യുവനടിയുടെ പരാതിയെ തുടർന്ന് ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായി അതിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന നടനും സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്ത് നാളെ വൈകിട്ട് വരെയാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനോട് മൗനം തുടരുന്നു, സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. താൻ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് ആദ്യം മുതൽ തന്നെ രഞ്ജിത്ത് നിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യലിലും അത് തുടരുന്നു എന്നുള്ളതാണ്. ഇതിനോട് പൂർണ്ണമായും താൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ ഒരു കൃത്യം അദ്ദേഹം നിഷേധിക്കുകയാണ്. ഒപ്പം തന്നെ സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ കാരവനിൽ വെച്ച് യുവനടിയെ ലൈംഗികാതിക്രമമായി കയറി പിടിച്ചു, ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. അപ്പോൾ ഈ കാരവനിലെ ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ താൻ ഈ കാരവൻ എത്തിച്ചു നൽകുക മാത്രമാണ് ചെയ്തത്, മറ്റൊന്നും കണ്ടിട്ടില്ല, മറ്റൊന്നും അറിയില്ല എന്നുള്ളതാണ് കാരവനിലെ ഡ്രൈവറുടെ മൊഴിയുള്ളത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 2 കാരവൻ ഇതിനോടകം തന്നെ പിടിച്ചെടുത്തിരുന്നു പോലീസ്. അതുകൊണ്ട് തന്നെ ആ കാരവനിൽ എത്തിച്ച തെളിവെടുപ്പ് നടക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പോലീസ് കസ്റ്റഡിയിൽ രഞ്ജിത്തിനെ ലഭിച്ചതിനെ തുടർന്ന് ആദ്യം ചെയ്യേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ആ ഒരു കാരവനിലേക്ക് എത്തിച്ച് അവിടെ നിന്നുള്ളൊരു തെളിവെടുപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അറസ്റ്റിലായി ദിവസം തന്നെ ജാമ്യത്തിന് വേണ്ടി രഞ്ജിത്ത് ശ്രമിച്ചിരുന്നു, പക്ഷേ ജാമ്യം ലഭിച്ചിരുന്നില്ല. അപ്പോൾ നാളെ കഴിഞ്ഞ് ജാമ്യത്തിന്റെ കാര്യം പരിഗണിക്കാം എന്നുള്ളതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിടുകയായിരുന്നു. പോലീസിന്റെ ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യവെയാണ് ഇപ്പോൾ നിസ്സഹകരണം സംവിധായകൻ തുടരുന്നത്. ഒപ്പം ഈ കേസിൽ ഇനി ഏറ്റവും പ്രധാനം തെളിവെടുപ്പാണ്. അത് ഇന്ന് തന്നെ നടക്കും എന്നുള്ളതുമാണ് ലഭിക്കുന്ന വിവരം.